ഇന്ന് ചെറുപ്പക്കാരായ സഹോദരീ സഹോദരന്മാരിൽ പുതുതായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ ദുശ്ശീലമുണ്ട്, ഒരു പുതിയ സംസ്കാരമുണ്ട്. അത് ഇസ്ലാമികമല്ല. രാത്രിയതാ ഭക്ഷണം കഴിച്ചാൽ അവരതാ പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം പുറത്തുപോയി കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് ബീച്ചിലടക്കം എത്രയാണ് മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രാത്രിയിൽ അതാ ഉറക്കമൊഴിക്കുന്നു. രാവിലെ 5 മണി വരെ സമയം രാത്രി ഉറങ്ങാതെ ബീച്ചുകളിൽ പോയി, വിനോദ കേന്ദ്രങ്ങളിൽ പോയി മുസ്ലിം ഉമ്മത്ത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. ഇത് വലിയ അപകടമാണ് കേട്ടോ. കാരണം രാത്രി എന്നത് അല്ലാഹു മനുഷ്യർക്കെന്ന് മാത്രമല്ല മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും വിശ്രമിക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു അനുഗ്രഹമാണ്. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മാശാ. പകൽ നിങ്ങൾക്ക് ഉപജീവനമാർഗം തേടിപ്പോവാനുള്ളതാണ്. നിങ്ങളെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ് പകലിനെ നാം നൽകിയത്. എന്നാൽ രാത്രിയെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ നൽകിയതോ. ചെറുപ്പക്കാരെ, വിശ്രമിക്കാൻ വേണ്ടി അല്ലാഹു രാത്രി തന്നെങ്കിൽ വിശ്രമമില്ലാതെ ഉറക്കം നഷ്ടപ്പെടുത്തിയാൽ അതേ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ച് വിനോദത്തിന് വേണ്ടി ബീച്ചിലും മറ്റ് വിനോദ കേന്ദ്രങ്ങളിലും പോയി രാത്രി സമയം തുലച്ചു കളഞ്ഞാൽ അത് മുഖേന എന്റെ ബുദ്ധിക്ക് മരിവെപ്പ് സംഭവിക്കൂ, നിന്റെ ഓർമ്മശക്തി നഷ്ടപ്പെടൂ, അതെ നിന്റെ ആരോഗ്യത്തിന് വലിയ കേടുപാട് സംഭവിക്കൂ. ഇസ്ലാം പറയുന്നു എന്ന് മാത്രമല്ല, ശാസ്ത്രവും പറയുന്നത് അത് തന്നെയാണ്. മനുഷ്യൻ ഉറക്കമില്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെട്ടു പോകും. അപ്പൊ രോഗം ഇല്ലാതിരിക്കാൻ, ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അല്ലാഹു രാത്രി നൽകിയത്. രാത്രിയിൽ ഉറങ്ങണം, നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുകയും നേരത്തെ ഉറങ്ങാൻ കിടക്കുകയും നേരത്തെ ഉണരുകയും ചെയ്യണം. അങ്ങനെ നല്ല ഒരു സംസ്കാരം, നല്ലൊരു ശീലം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാം.